നമസ്കാരം, ഞാൻ അരുൺ കെ പണിക്കർ. തൃശ്ശൂർ കുട്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഈ പല വ്യക്തികളും ഒരു സംശയമുണ്ട്. എന്താണ് വശ്യം, അല്ലെങ്കിൽ എന്താണ് ആഭിചാരം, എന്താണ് കൂടോത്രം? അപ്പോൾ വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലഘട്ടത്തിലൊക്കെ ഒരുപാട് രീതിയിൽ ചെയ്തിരുന്ന ഒരു കർമ്മമാണ് അത്ര വശ്യം. ഉദ്ദിഷ്ട കാര്യത്തിനും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കപ്പെടുത്താനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാര്യമായിരുന്നു വശ്യം. ഇന്നും നമ്മുടെ ഇതിൽ ചെയ്തു വരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചെയ്യുന്നുണ്ട് തന്നെ പറയണം. എന്നാൽ അതിന് കാര്യപ്രാപ്തി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കാര്യപ്രാപ്തി ഉണ്ടെന്നും പറയണം. അത് ആ ഉപാസിച്ചിരിക്കുന്ന ഒരു മൂർത്തിയുടെ അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്ന ഒരാളിൽ നിന്ന് ആ മൂർത്തിയുടെ ഒരു ഗുണം കൊണ്ട് നേടിയെടുക്കുന്നതാണ് അത്ര വശ്യം. ആ വശ്യകർമ്മത്തിലൂടെ പല രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ട്. എന്തു തന്നെ ആയാലും നല്ലൊരു കാര്യങ്ങൾക്ക് വേണ്ടി വശ്യം ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പല രീതിയിലുള്ളൊരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്ക് വശ്യം അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു കൂടോത്രം, ആഭിചാരം ഏകദേശം രണ്ടും ഒന്നിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ആഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷുദ്രാഭിചാരജ, ചൂർണപ്രയോഗം, അതുപോലെ തന്നെ മന്ത്രാഭിചാരജ എന്നൊക്കെ പറയുന്നുണ്ട്. മന്ത്രം കൊണ്ടാവാം, ക്ഷുദ്രം രിപുകൃതം വധയിൽ, ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ തകിട്, ഏലസ്, അങ്ങനെ ആ രീതിയിൽ ആവാം. അതുപോലെ തന്നെ ചൂർണപ്രയോഗം ഭസ്മം കൊണ്ടാവാം അത്രേ. അപ്പോൾ ഒരാളുടെ ഉയർച്ചയിൽ കാണുന്ന വ്യതിയാനത്തിൽ സംഭവിപ്പിക്കാനും, അതുമാത്രമല്ല ഒരാളുടെ ഒരു പൊട്ടൻഷ്യലി ഒരു ഹൈയിൽ നിൽക്കുന്ന ആളെ താഴ്ത്തിക്ക് ഇറക്കാനും ഒക്കെ ഈ ക്ഷുദ്രാഭിചാരം കൊണ്ടും അല്ലെങ്കിൽ ഗൂഢോത്രം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എന്ന് പറയും. അപ്പോൾ ഈ ക്രിയകളെയും കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും സാധിക്കും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളതിന് കൂടുതലായിട്ടൊരു ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നൊരു സമൂഹവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ അതിനൊരു എന്താ പറയുക, പൂർണ്ണമായിട്ട് ഞാൻ അതിനൊരു ഇത് കൊടുക്കുന്ന ഒരാളല്ല. ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിനെ താഴ്ത്തോട്ടാക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാനോ നമ്മളായിട്ട് പാടില്ല. പക്ഷേ കാലാനുസൃതമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അതിനൊക്കെ ഫലം കിട്ടുന്നുമുണ്ട്. അതാണ് എനിക്ക് കൂടോത്രം, ആഭിചാരത്തെ കൊണ്ട് എനിക്ക് പറയാനുള്ളത്. അതിൽ പല രീതിയിലുള്ള ഈ കൂടോത്രം, ആഭിചാരം കൊണ്ട് ഒന്നിൽ രോഗങ്ങളാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ഒരാളുടെ പൊട്ടൻഷ്യലുള്ള ഉയർച്ചേനെ അധപതനത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഈ കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം കൊണ്ട് സാധിച്ചു വരുന്നുണ്ട്.